ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ഫോർ ലിവിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യൂണിയൻ ബജറ്റ് ഇന്നലെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുകയായി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ബജറ്റിന് ഉയരാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ മാർക്കറ്റിൽ രക്തപ്പുഴ ഒഴുകുന്നതിനും ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു രക്തപ്പുഴ സൃഷ്ടിക്കപ്പെട്ടു. മുമ്പ് എന്തൊക്കെയാണ് ഈ മാർക്കറ്റ് ഇത്രയധികം ഇടിയുന്നതിന്? അത് ഏകദേശം 1000-ഓളം പോയിന്റ് സെൻസെക്സിലും അതുപോലെ തന്നെ 350 to 400 പോയിന്റ്സ് നിഫ്റ്റിയിലും ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് LTCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായില്ല. അല്ലെങ്കിൽ അതിന്മേലുള്ള ടാക്സ് കുറയ്ക്കുകയോ എടുത്ത് കളയുകയോ ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി പ്രതീക്ഷിക്കുകയായിരുന്നു LTCGന്റെ മേലുള്ള ടാക്സ് എടുത്ത് കളയുമെന്ന്, അല്ലെങ്കിൽ അത് കുറച്ചൊക്കെ കട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് LTCGയിൽ ഒരു മാറ്റം കൊണ്ടുവരാത്തത്? അല്ലെങ്കിൽ അത് കാരണം എങ്ങനെയാണ് മാർക്കറ്റിന് ഒരു ദോഷം സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓഹരികൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ, അവയുടെ മേൽ കിട്ടുന്ന പ്രോഫിറ്റിന് ഉള്ള ടാക്സ് ആണ് LTCG. അപ്പൊ LTCGയിലെ ടാക്സ് എടുത്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ ടാക്സ് അറ്റ്ലീസ്റ്റ് കുറയ്ക്കുകയെങ്കിലും ചെയ്താൽ മാർക്കറ്റിലോട്ട് ഒഴുകുന്ന പണത്തിന്റെ അളവ് കൂടുമായിരുന്നു. ഒരുപക്ഷെ കൂടുതൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ റീറ്റെയിലേഴ്സും FISഉം FDIയും എല്ലാം തന്നെ ഒരുപാട് നമ്മുടെ മാർക്കറ്റിലേക്ക് പണം എത്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം കൂടുമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ലോക ഓഹരി വിപണി അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. അപ്പൊ ഇതുവരെ കഴിഞ്ഞ വർഷം വരെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടച്ചിരുന്നത് ഓരോ കമ്പനീസാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടാറ്റയാണെങ്കിൽ ടാറ്റയ്ക്ക് കിട്ടുന്ന ഡിവിഡൻസ്, ഓക്കെ, അതിന് മേലുള്ള ടാക്സ് അടയ്ക്കേണ്ടത് ടാറ്റയായിരുന്നു. അപ്പൊ ഇനി മുതൽ അത് നമ്മുടെ കൈകളിലോട്ട് വരികയാണ്. അതായത് റിസീവേഴ്സ് ആർ സപ്പോസ് ടു പേ ദ ടാക്സ്. അതായത് ഇപ്പൊ കമ്പനികളുടെ കയ്യിൽ നിന്നും ആ റെസ്പോൺസിബിലിറ്റി നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിനോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും വന്നുപെട്ടു. അപ്പൊ അവിടെയും ഒരു മാറ്റം വന്നില്ല. എന്താ പറയാ, പഴയ വീഞ്ഞ് പഴയ ജാറിൽ നിന്ന് പുതിയ ജാറിലോട്ട് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും നമുക്ക് മാർക്കറ്റിന് പ്രതീക്ഷിച്ച ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ചില മേഖലകളിൽ, അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇറിഗേഷൻ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ സെക്ടറിലൊക്കെ ഒരുപാട് പണവിഹിതം മാറ്റിവെച്ചു. പക്ഷേ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബാങ്കിങ്, ടെലികോം, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലൊന്നും ഒരു റിഫോർമേഷനും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഒരു റിഫോമിനുള്ള ഒരു സജഷൻസും തന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ സത്യം. അപ്പൊ ഈ 3 മേഖലകളും പ്രധാനമായിട്ടും ടച്ച് ചെയ്തിട്ടില്ല. അതിനൊരു SOP ഒന്നും നൽകുന്നതിന് ഈ ഒരു ബജറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഒരു സ്ലോ ഡൗണിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അതൊരു കുറച്ചധികം ഫ്രജൈൽ സ്റ്റേറ്റിലാണ്. അപ്പൊ അതിനെ ഒന്ന് റിഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പാക്കേജോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ പ്രൊപ്പോസൽസോ ഒന്നും തന്നെ ഈ ഒരു ബജറ്റിൽ വന്നിട്ടില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇത്രയധികം ഇടിഞ്ഞ് ഇത്രയും അധികം നോസ് ഡൈവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൂടെയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ടാക്സ് സ്ലാബിൽ വരുന്ന ഒരു മാറ്റമായിരുന്നു. എന്തായാലും പുതിയൊരു ടാക്സ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നേട്ടമൊന്നുമില്ല. കാരണം പുതിയതായിട്ട്, അതായത് പുതിയ ടാക്സ് സ്ലാബിൽ 20 എന്നുള്ളത് 15ഉം 30 എന്നുള്ളത് 25ഉം 10 എന്നുള്ളത് 5ഉം ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുതിയ ടാക്സ് സ്ലാബ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് 80C അല്ലെങ്കിൽ 80D പോലെയുള്ള എക്സംഷൻസ് ഒന്നും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് പഴയ ടാക്സ് സ്ലാബ് തന്നെ യൂസ് ചെയ്യാം. അത് നമുക്ക് 80Cയും അതുപോലെ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എല്ലാം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇത് മാർക്കറ്റിനെ പുറകോട്ട് അടിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഓരോ വർഷവും ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര 1000 ആൾക്കാർ പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആയിരുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സമ്പാദ്യശീലം ഉണ്ടാകുമായിരുന്നു. കാരണം 80C 1.5 lakh വരെയുണ്ട്, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ 2 ലക്ഷം വരെയുണ്ട്, അല്ല അങ്ങനത്തെ റേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാവരും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ ജോലി കിട്ടുന്ന ആൾക്കാരും
തീർച്ചയായിട്ടും നമ്മളൊരു ഇത്ര എമൗണ്ട് സേവ് ചെയ്യും, അല്ലെങ്കിൽ അതെടുത്ത് നമുക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു സെറ്റപ്പ് വന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ നമുക്ക് സേവിങ്സ് ഇല്ല എങ്കിലും നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ സേവിങ്സ് വേണമെന്നില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിലോട്ട് എത്തേണ്ട പണം അവിടെയും കുറയുകയാണ് ചെയ്യുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു ദീർഘദൃഷ്ടി ഇല്ലാത്തൊരു മൂവായിരുന്നു അത്. അടുത്ത ബജറ്റിൽ അത് അവർ കറക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബജറ്റുമായിട്ട് ബന്ധമില്ലെങ്കിലും എന്താ പറയുക, കൂരിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ്. കൊറോണ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിപ്പോഴും വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ചൈനയിൽ 250 മേളിലായി ഡെത്ത് റോൾ എന്ന് പറയുന്നത്. ഇവൻ നമ്മുടെ ഇന്ത്യയിൽ, ഇവൻ കേരളത്തിൽ വരെ 2-3 കേസുകൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇവൻ കേരളത്തിൽ ഏകദേശം മൊത്തം 18 രാജ്യങ്ങളിൽ വരെ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ചൈന ഒഴികെ ഫിലിപ്പീൻസിൽ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇത് പടർന്നു ബന്ധിക്കുകയാണ്. ആ ഒരു ഭീതി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ വിദേശത്തു നിന്ന് ഒരുപാട് FIS ഒക്കെ ഒരുപാട് ക്യാഷ് പിൻവലിക്കുന്നുണ്ട്. അതുകൊണ്ടും ആ ഒരു കാരണം കൊണ്ട് ഒരുപാട് ക്യാഷ് പിൻവലിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഒരു നിരാശാജനകമായ ഒരു ഉപയോഗമില്ലാത്തൊരു ബജറ്റ്. ഉപയോഗമുണ്ട്, ചില സെക്ടറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷെയർ മാർക്കറ്റിന് 1% പോലും സ്യൂട്ടബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒരു റിഫോർമേഷനും നൽകുന്നതിന് വേണ്ടിയല്ലാത്ത ഒരു ബജറ്റാണ് ഇപ്പോഴത്തെ ബജറ്റ്. നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും നമുക്കൊരു നല്ല സ്റ്റോക്കുകൾ, അതായത് അത്യാവശ്യം ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും ഒക്കെ അതിന്റെ ഈ ഒരു നല്ല ഫോളോ വന്നിട്ടുണ്ട്. ഈവൻ SBI, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ സീൽ, അതുപോലെ കുറേ ITC, ഇതെല്ലാം തന്നെ വളരെ മോഹവിലയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിപ്പ് മോഡിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അത് ആഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒരു സിപ്പ് മോഡിൽ കുറേശ്ശെ ഇത്ര നല്ല ഷെയർസ് വാങ്ങുക. അപ്പോൾ ഇതിനെ ഈ ഒരു വീഴ്ചയെ, ഈ ഒരു സ്പൂക്കിനെ ഒരു അവസരമായിട്ടെടുത്ത് നല്ല ഷെയർസ് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെൻസെക്സ് 2010 ഏകദേശം 1.07% നമുക്ക് അപ്സൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ 2011 1% അടുപ്പിച്ച് തന്നെ മാർക്കറ്റ് കയറി. എന്നാൽ 2012 1% ഇടിഞ്ഞു. 2013 1.52% ഇടിയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 2014 ഏകദേശം 2.2% മേളിൽ മാർക്കറ്റ് ഇടിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഏകദേശം 2.43. അപ്പം കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ ഫോളാണ്, അതായത് ബജറ്റ് ഡേയിലുണ്ടായ ഏറ്റവും വലിയ ഫോളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അവസരമായി കണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും നല്ലൊരു ഫോളിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. സിപ്പ് മോഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം മാർക്കറ്റ് ഒരു ബോട്ടം അടിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ സിപ്പ് മോഡിൽ കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലൊരു 10-15% 20% റിട്ടേൺ തരാൻ സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് ഇതിനെ ഒരു നല്ല അവസരമായി കണ്ട് നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഴ്ചയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗപ്പെട്ടു എന്ന് തോന്നിയാൽ ഇത് ലൈക്ക് ചെയ്യാനും, അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ആൾ. മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നവരെ